അപ്പോൾ നമ്മൾ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റയിലെ ടോപ്പിക്കാണ് ബാർ ഡയഗ്രാം. ബാർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ദി ബേസിക് ഫോം ഓഫ് ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഈസ് ബാർ ഡയഗ്രാം. ബാർ ഡയഗ്രാം കൺസിസ്റ്റ് ഓഫ് എ സീരീസ് ഓഫ് ബാർസ് ഓഫ് ഈക്വൽ വിഡ്ത്ത്. നമുക്കറിയാമല്ലേ ബാർ ഡയഗ്രാം നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത്. ഓക്കെ, ഇതേ മോഡലാണ് വരയ്ക്കുക. എന്താ പറയുന്നത്, ഇതിയുടെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ് അല്ലേ. നമ്മൾ ഡയഗ്രാമായിട്ട് വരയ്ക്കുന്നത് ഡാറ്റേനെ ഡയഗ്രാമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ബാർ ഡയഗ്രാം. ബാർ ഡയഗ്രാം കൺസിസ്റ്റ് ഓഫ് എ സീരീസ് ഓഫ് ബാർസ് ഓഫ് ഈക്വൽ വിഡ്ത്ത്. ഈ ഓരോ ബാർ, ഇതൊക്കെ ഒരു ബാർ ഷേപ്പ് അല്ലേ. നോക്ക്, ഈ ഓരോന്നിൻ്റെയും വിഡ്ത്ത് എന്താണ് അല്ലെങ്കിൽ വീതി എന്താണ്, സെയിം ആയിരിക്കും. ഓക്കെ, ഇനി the bar stand on a common baseline with equal gap between one bar and another. നോക്ക്, ഈ ഓരോന്നിൻ്റെ ഈ ബേസിൽ ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഓക്കെ, ഇനി ദ ബാർസ് മേ ബി ഐദർ ഹൊറിസോണ്ടൽ ഓർ വെർട്ടിക്കൽ. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ, അതായത് ഇങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ തിരിച്ചായിട്ടായാലും കുഴപ്പമില്ല. ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും നമുക്ക് ബാർ ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ, ഇനി ബട്ട് ദ വെർട്ടിക്കൽ ബാർസ് ആർ പ്രിഫേർഡ് ആസ് ദേ ഗിവ് എ ബെറ്റർ ലുക്ക് ആൻഡ് ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ. നമുക്ക് കൂടുതലും ഇങ്ങനെ വെർട്ടിക്കലായിട്ട് ഇതേപോലെയാണ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുക. അങ്ങനെയാണ് കുറച്ചും കൂടെ നമുക്ക് കാണാനും അതേപോലെ കമ്പാരിസൺ ചെയ്യാനും ഏറ്റവും കൂടുതൽ ബെറ്റർ ഇതേപോലെ വരയ്ക്കുന്നതാണ്. ഓക്കെ, ഇനി മെറിറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ അറിയുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഡാറ്റേനെ ഡ്രോ ചെയ്യാൻ പറ്റും, ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, ഇനി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബാർ ഡയഗ്രാം. അപ്പോൾ നിങ്ങളുടെ സിലബസിൽ ബാർ ഡയഗ്രാം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഡിഫറെൻറ്റ് ടൈപ്പ് എന്ന് എടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്നാലും ഡിഫറെൻറ്റ് ടൈപ്പും കൂടെ നിങ്ങൾ പഠിച്ച് വെക്കുക. ഓക്കെ, ഫസ്റ്റ് ഇത് സിമ്പിൾ ബാർ ഡയഗ്രാം, രണ്ടാമത്തേത് സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം അല്ലെങ്കിൽ കോമ്പണൻറ്റ് ബാർ ചാർട്ട് എന്നും പറയട്ടോ ഈ സബ് ഡിവൈഡറിന്. പിന്നെ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം, നാലാമത്തേത് പേഴ്സൻറ്റേജ് ബാർ ഡയഗ്രാം അല്ലെങ്കിൽ പേഴ്സൻറ്റേജ് കമ്പണൻറ്റ് ബാർ ചാർട്ട് എന്നും പറയും. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെയാണ് എന്ത് പറയുന്നത്, സിമ്പിൾ ബാർ ഡയഗ്രാം. അപ്പോൾ സിമ്പിൾ ബാർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ പോലെ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. സിമ്പിൾ ബാർ ഡയഗ്രാം എന്ത് തരും, ഒരു ഡാറ്റ തരും, അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഡാറ്റയായിട്ട് വരയ്ക്കും. അപ്പോൾ നോക്കി ക്വസ്റ്റ്യൻ നോക്കുക. ദ ഫോളോയിങ് ടേബിൾ ഗീവ്സ് ദ ബർത്ത് റേറ്റ് പെർ 1000 ഓഫ് ഡിഫറെൻറ്റ് കൺട്രീസ് ഗിവ് ഓവർ എ പീരിയഡ്. ഓരോ കൺട്രിയിലും ബർത്ത് റേറ്റ് തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ബാർ ഡയഗ്രാമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ താഴെ നമ്മൾ എന്ത് ചെയ്യണം, ഇതാണ് എക്സ് ബാറിൽ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോരോ കൺട്രീൻ്റെ പേര്, ഇത് ഇന്ത്യ, ജർമ്മനി, UK, ചൈന, ന്യൂസിലൻഡ്, സ്വീഡൻ. ഇനി എന്ത് ചെയ്തു, നമ്മൾ ഈ വിടുത്തൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. പക്ഷെ എന്തായിരിക്കണം, ഓരോന്നിൻ്റെയും ഈ വിടുത്ത് സെയിം ആയിരിക്കണം, ഈ ഇടയിലുള്ള ഈ വിടുത്ത് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ഡൗട്ടില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇതൊരു 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതും 1 സെൻറ്റിമീറ്റർ, ഇതും 1 സെൻറ്റിമീറ്റർ, ഇതും 1 സെൻറ്റിമീറ്റർ, ഇതും 1, ഇതും 1. ഈ ഇടയിലുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് 1 സെൻറ്റിമീറ്റർ കൊടുക്കാം, അല്ലെങ്കിൽ 2 സെൻറ്റിമീറ്റർ, അല്ലെങ്കിൽ 1/2 സെൻറ്റിമീറ്റർ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ എന്തായിരിക്കണം, എല്ലാതും ഈക്വൽ ആയിരിക്കണം. ഇനി എന്താണ്, നമ്മൾ ഈ ഡാറ്റ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം, ഫസ്റ്റത്തെ ഏതാണ്, ഇന്ത്യയാണ് അല്ലേ. ഇന്ത്യയിൽ എത്രയാണ്, 33ആണ്. അപ്പോൾ നമ്മൾ ഈ ഡാറ്റേനെ നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് നമ്മൾ ഇവിടെ കൊടുക്കാം. ഇവിടെ ഇപ്പോൾ കൊടുത്തത് 10, 20, 30, 40 എന്നാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 5, 10, 15, 20, 25, 30, 35 അങ്ങനെ കൊടുക്കാം. അപ്പോൾ കുറച്ച് ഹൈറ്റ് കൂടുന്നേ ഉള്ളൂ, അത് നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഓക്കെ, കുറച്ച് വലിയ ഡാറ്റയാണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ കുറച്ചും കൂടെ വലുതാക്കി വരയ്ക്കേണ്ടി വരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ കൊടുത്ത്, 0 to 10, 10, 20, 20, 30, 30, 40 അങ്ങനെ കൊടുത്തത്. ഇന്ത്യൻ്റെ എത്രയാണ്, 33. അപ്പോൾ നമുക്കറിയാം 30 ഇവിടെയാണ് വരിക. അത് കഴിഞ്ഞിട്ടൊരു 3 പോയിന്റ് അല്ലേ, 33 ഇവിടെ വന്നു, 33 വരച്ചു. അതേപോലെ ജർമ്മനീൻ്റെ വരച്ചു, 16ആണ്. UK 20ആണ്, 20 വരച്ചു. അതേപോലെ ചൈന എന്താണ്, 40ആണ്. അപ്പോൾ 40ൻ്റെ നേരൊരു ബാർ വരച്ചു. പിന്നെ ന്യൂസിലൻഡ് എത്രയാണ്, 30ആണ്. 30ൻ്റെ നേരൊരു ബാർ വരച്ചു. സ്വീഡന് 12ആണ്, 12 നേരെയും ബാർ വരച്ചു. ഓക്കെ, ഇതാണ് സിമ്പിൾ ബാർ ഡയഗ്രാം. ഒറ്റ ബാർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതാണ് എന്ത്, സിമ്പിൾ ബാർ ഡയഗ്രാം. ഇനി മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ 2-3 ഡാറ്റേനെ ഒരുമിച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ, 2-3 ഡാറ്റേനെ ഒരുമിച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, നോക്ക്, ഫോർ എക്സാമ്പിൾ പോപ്പുലേഷൻ ഓഫ് 4 towns ക്ലാസിഫൈഡ് ഇൻ ടു മാരീഡ്, അൺമാരീഡ് ആൻഡ് വിഡോഡ് ബി റെപ്രസെൻറ്റഡ് ബൈ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം. അപ്പോൾ എന്താണ് ഇവിടെ എന്താ പറയുന്നത്, പോപ്പുലേഷൻ ഓഫ് 4 town, 4 ടൗൺ ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഇതൊരു ടൗൺ, ഇതൊരു ടൗൺ, ഇതൊരു ടൗൺ, 4 ടൗൺ ഉണ്ട്. ഓരോ ടൗണിന് എന്തൊക്കെയായിട്ടാണ്, അപ്പോൾ നമ്മൾ A എന്നുള്ള ടൗൺ ഉണ്ട്, B എന്നുള്ള ടൗൺ ഉണ്ട്, C എന്നുള്ള ടൗൺ ഉണ്ട്, D എന്നുള്ള ടൗൺ ഉണ്ട്. അപ്പോൾ A എന്നുള്ള ടൗണിൽ എത്ര മാരീഡ് ഉണ്ട്, എത്ര അൺമാരീഡ് ഉണ്ട്, എത്ര വിഡോഡ് ഉണ്ട് വരയ്ക്കുക. അതേപോലെ Bയിൽ എത്ര ഉണ്ട് എന്നുള്ളത് ഒരുമിച്ച് വരയ്ക്കാം. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നോക്കുക, ഇനി ഇവിടെ പറയുന്നുണ്ട്, നമുക്കൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ദ ഡാറ്റ ബിലോ ഗിവ് ദ ഇയർലി പ്രോഫിറ്റ് ഇൻ 1000 rupees ഓഫ് 2 companies A and B. എൻ്റെയും ബിൻ്റെയും ഓരോരോ വർഷമുള്ള പ്രോഫിറ്റുകൾ, 1000 rupees പ്രോഫിറ്റുകൾ തന്നിട്ടുണ്ട് ഓരോ വർഷത്തെ കേട്ടോ. അപ്പോൾ
അതാണ് ക്വസ്റ്റ്യൻ കണ്ടോ. അപ്പോൾ കമ്പനി എ കമ്പനി ബി പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. കമ്പനി എക്ക് 2003 2004 120, അതായത് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് 1000 ആണ്. ഓക്കെ, അപ്പോൾ 120 × 1000 അതാണ് അവിടുത്തെ പ്രോഫിറ്റ്. അങ്ങനെ ഓരോന്നും തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം വെച്ചിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നോക്ക്, കമ്പനി എ കമ്പനി ബി അല്ലേ. അപ്പോൾ കമ്പനി എ കമ്പനി അപ്പോൾ 2003 ഒരു ഡാറ്റ, ഇതൊരു സെറ്റ്, 2004 ഈ ഡാറ്റ, 2005 2006 ഈ സെറ്റ്, അങ്ങനെ ഓരോ സെറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ താഴെ കൊടുത്ത് 2003 2004 2004 കമ്പനി എയിൽ എത്ര പ്രോഫിറ്റ് ഉണ്ട് 120, കമ്പനിയിൽ ബിയിൽ എത്ര പ്രോഫിറ്റ് ഉണ്ട് 90. മനസ്സിലായോ? നോക്ക്, കമ്പനി എ എന്ന് പറഞ്ഞിട്ട് ഞാൻ എങ്ങനെ കൊടുത്തിട്ടുള്ളത് ലൈന്, ഇതാണ് കമ്പനി എ. കമ്പനി ബി എന്ന് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയുള്ള വരാം. ഓക്കെ, അതാണ് കമ്പനി ബി. അപ്പോൾ 2003 2004 നമുക്ക് ഡാറ്റ കിട്ടി. ഇത് എ ആണ്, ഇത് ബി ആണ്. കമ്പനി എ കമ്പനി ബി. ഈ 2004 2005 സെറ്റ് ഡാറ്റയാണിത്. കമ്പനി എക്ക് എത്രയാണ് പ്രോഫിറ്റ് 135, കമ്പനി ബിക്ക് എത്രയാണ് 95. നമ്മൾ ഇവിടെ വെച്ച് നോക്കിയിട്ട് വരയ്ക്കാം. അതേപോലെ 2005 2006 കമ്പനി എക്ക് 140 ആണ്, കമ്പനി ബിക്ക് 108 ആണ്. 2007 കമ്പനി എക്ക് 120 ആണ്, കമ്പനി ബിക്ക് 120 ആണ്. ഈ 2007 2008 കമ്പനി എക്ക് 179 ആണ്, കമ്പനി ബിക്ക് 130 ആണ്. മനസ്സിലായോ? അപ്പോൾ ഓരോ സെറ്റ് ഡാറ്റയും വരച്ചു. ഇതാണ് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രം എന്ന് പറയുന്നത്. അപ്പോൾ നോക്ക്, ഇവിടെ ഒരു കമ്പനി സി കൂടെ ഉണ്ട് എന്ന് വിചാരിക്കുക. കമ്പനി സി കൂടെ ഉണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും, ഒരാളെയും കൂടെ വരും, അത്രയേ ഉള്ളൂ കേട്ടോ. ഓരോ വർഷം അയാളെ ഡാറ്റയും കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം അല്ലെങ്കിൽ എന്താണ് കമ്പണന്റ് ബാർ ചാർട്ട് എന്നും പറയും. അപ്പോൾ സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം എന്ന് പറഞ്ഞാലും കമ്പണന്റ് ബാർ ചാർട്ട് എന്ന് പറഞ്ഞാലും എന്താണ്, കമ്പണന്റ് ബാർ ചാർട്ട് ആവും കേട്ടോ. കമ്പണന്റ് ബാർ ചാർട്ട് എന്ന് പറഞ്ഞാലും സെയിം ആണ്. ഇതെന്താണ്, ഓരോരോ അതായത് ഡാറ്റകളൊക്കെ നമ്മൾ ഒരുമിച്ച് തന്നെ റെപ്രസെൻറ്റ് ചെയ്യണം, ഒറ്റ ഇതിൽ റെപ്രസെൻറ്റ് ചെയ്യും. ഇവിടെ നമുക്ക് 2-3 കട്ടകളായിട്ടായിരുന്നു റെപ്രസെൻറ്റ് ചെയ്തിരുന്നത്. ഇവിടെ അങ്ങനെയല്ല, 2-3 ബാറുകളായിട്ടും റെപ്രസെൻറ്റ് ചെയ്ത്. ഇവിടെ അങ്ങനെയല്ല, എന്താണ്, ഒരു ഡയഗ്രത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാവരെയും നമ്മൾ ചൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കട്ടോ. നോക്ക്, ഫസ്റ്റത്തേത് നമുക്കിവിടെ തന്നിട്ടുണ്ട്. 2004 2005 ആർട്സിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ പിന്നെ അഡ്മിഷൻ എടുത്ത കുട്ടികൾ, അതേപോലെ സയൻസിൽ അഡ്മിഷൻ എടുത്തത്, ലോ കോളേജിൽ അഡ്മിഷൻ എടുത്തത്, മൊത്തം എത്രയാണ്, ടോട്ടൽ 31,000 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിതിന് സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാണ്. സബ് ഡിവൈഡഡ് പറഞ്ഞാൽ എന്താ, അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് കൊടുക്കാം, ഒറ്റ ബാർ ചാർട്ട്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഡാറ്റ കണ്ടാൽ മനസ്സിലാവും. 2004 2005 പിന്നെ 2004 2005 മൊത്തം എത്ര കുട്ടികളുണ്ടായിരുന്നു, 31,000 ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 31 വരെ 10 20 30 40 50. അപ്പോൾ 30 എന്ന് പറഞ്ഞാൽ എത്രയാണ് 30,000, 40 പറഞ്ഞാൽ 40,000. അങ്ങനെയല്ല, നമുക്ക് 5 10 പറഞ്ഞിട്ട് 30,000 40,000 നമുക്ക് വരയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്താ മീൻ ചെയ്യുന്നത്, 10 എന്ന് പറഞ്ഞാൽ 10,000, 20 പറഞ്ഞാൽ 20,000, 30 പറഞ്ഞാൽ 30,000, 40 പറഞ്ഞാൽ 40,000 അങ്ങനെ എടുത്തു. ഓക്കെ, അപ്പോൾ 2004 2005 നമ്മൾ ആദ്യം എടുത്തു ആർട്സിൽ എത്ര കുട്ടികളുണ്ട്, 18,000 കുട്ടികളുണ്ട് അല്ലേ, അല്ലെങ്കിൽ 18,000 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്തത്, ഇവിടെ നിന്ന് ഇങ്ങനെ 18 നോക്കി, 20 ഇവിടെ 18 ഇവിടെ അല്ലേ. ഓക്കെ, അപ്പോൾ 18 വരെ വരച്ചു. 18 വരെ വരച്ച് കണ്ടോ, അങ്ങനെ ഓരോരോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചു. അതെന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ആർട്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ 18,000 വരെ എന്താണ്, ആർട്സ് ആണ്. 18,000 വരെ ആർട്സ് ആണ്. ഇനി അടുത്തത് ആരാ, സയൻസിൽ എത്രയുള്ള 9,000 കുട്ടികളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുന്ന് ഇനി 9,000 കൂട്ടാം. അതായത് 18 + 9 എത്ര കിട്ടുക, 18 + 9. അപ്പോൾ 18,000 ഉണ്ട്, പിന്നെ എത്രയാണ് 9, അപ്പോൾ എത്ര കിട്ടും 27 അല്ലേ. എത്ര കിട്ടും, 27 കിട്ടും. അപ്പോൾ മനസ്സിലായില്ല. പിന്നെ എന്താ ഉള്ളത്, 9,000 ആണുള്ളത് സയൻസ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് കൂട്ടി 18 കൂട്ടാണ്, 18 9,000 കൂട്ടിയില്ലേ. അപ്പോൾ ഇതിലിട്ട് 27,000. അപ്പോൾ 27,000 വരെ ബാർ വരച്ച് ഇങ്ങനെ വരച്ചു. അതെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, സയൻസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് ഇനി അടുത്തത് ആരാണ്, ലോ ആണില്ലേ. ലോ എത്രയാണ്, 4,000 ആണ്. 4,000. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടുന്ന് 4,000 ഞാൻ വരച്ചു. 4,000 പറഞ്ഞാൽ എത്ര വരിക, 27 + 4 31 വരെ വരച്ചു. അങ്ങനെ വരച്ചു. അതെന്താണ്, ലോ ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ. ഇനി അടുത്തത് ഏതാണ്, 2005 2006 35,000 ആണല്ലേ. ഓക്കെ, ടോട്ടൽ 35,000 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം, ആദ്യം ഓരോന്നും ഇങ്ങനെ വരച്ച് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ടോട്ടൽ വരച്ചിട്ട് പിന്നെ അതിനെ സെപ്പറേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ രണ്ടാമത്തെ എത്രയാണ്, 35,000 ആണ്. അപ്പോൾ ഞാൻ 2005 2006 മൊത്തം 35,000 ആണ്. അപ്പോൾ 35 വരെയുള്ള ഞാൻ ഈ വരച്ചു വെച്ചു. ഇനി അതിനപ്പോൾ സ്പ്ലിറ്റ് ചെയ്യണം അല്ലേ. ആദ്യം ആരാ വരുന്നത്, ആർട്സ് ആണ്. ആർട്സ് സ്റ്റുഡൻസ് എത്രയുണ്ട്, 20,000. സയൻസോ 10, ലോ 5 അല്ലേ. അപ്പോൾ ആർട്സ് എത്രയാണ്, 20. അപ്പോൾ 20 വരെ ഞാൻ എന്ത് ചെയ്തു, ആർട്സ് മാർക്ക് ചെയ്തു.
പിന്നെ അടുത്ത എന്താണ് സയൻസ് 10 അപ്പോൾ 20 10 30 വരെ അടുത്ത മാർക്ക് ചെയ്തത് സയൻസ്. പിന്നെ എത്രയാണ് 4 എത്രയാണ് വരുന്നത്, 5 എത്രയാണ് വരുന്നത്, ലോ ആണ്, അപ്പം 5 മാർക്ക് ചെയ്തു. അങ്ങനെ 35. അങ്ങനെ ഓരോന്നിനും എന്ത് ചെയ്യാം, സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രം എന്ന് പറയാം. സബ് ഡിവൈഡ് ഒരു ഡയഗ്രത്തിനെ നമ്മൾ എന്ത് ചെയ്താണ്, ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യാണ്. ഇതാണ് എന്ത് സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് പെർസെൻറ്റേജ് ബാർ ഡയഗ്രാം. ഓക്കെ, പെർസെൻറ്റേജ് ബാർ ഡയഗ്രം എന്ന് പറഞ്ഞാൽ അതല്ല, നമ്മൾ എന്ത് ചെയ്യണം, ഇതെല്ലാം പെർസെൻറ്റേജിക്ക് കൺവേർട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക കേട്ടോ. ഇതാണ് ക്വസ്റ്റ്യൻ ABC എന്നുള്ളതുണ്ട്. അപ്പോൾ ഇൻഫൻറ്റ് ആൻഡ് യങ് ചിൽഡ്രന് എയിലുള്ള, ഓക്കെ, അപ്പോൾ ഇവിടെ 3 കൺട്രീസാണ്, എയും ബിയും സിയും. അതിൽ എയിൽ ഇൻഫൻറ്റ് ആൻഡ് യങ് ചിൽഡ്രന്, ബോയ്സ് ആൻഡ് ഗേൾസ്, യങ് മെൻ ആൻഡ് വുമൺ, മിഡിൽ ഏജ്ഡ് മെൻ ആൻഡ് വുമൺ, എൽഡർലി പേഴ്സൺ. ഓക്കെ, അപ്പോൾ എയിലുള്ള മൊത്തം കാര്യങ്ങൾ തന്നിട്ട് നമ്മൾ എന് എന്ത് ചെയ്യണം, ഒരുമിച്ച് റെപ്രസെൻറ്റ് ചെയ്യണം, ബീനെ ഒരുമിച്ച് റെപ്രസെൻറ്റ് ചെയ്യണം, സീനെ നമ്മൾ ഒരുമിച്ച് റെപ്രസെൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എ എന്നുള്ളത് എടുക്കുക. നോക്ക് ഇവിടെ എന്ത് ചെയ്യണം എന്നറിയാം, ഓരോന്നിനെയും നമ്മൾ ഇപ്പോൾ നേരത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ സിമ്പിൾ ആയിരുന്നു. നമ്മൾ എന്ത് ചെയ്യാം, മൊത്തം 200 ഉള്ളത് മാർക്ക് 27.4 ഇൻഫൻറ്റിന് മാർക്ക് ചെയ്യുക, 50.2 ബോയ്സ് ആൻഡ് ഗേൾസിന് മാർക്ക് ചെയ്യുക, 64.6 എടുത്തിട്ട് യങ് മെൻ ആൻഡ് വുമൺ മാർക്ക് ചെയ്യുക, ബാക്കി 40.8 എടുത്ത് മിഡിൽ ഏജ് മെൻ ആൻഡ് വുമൺ മാർക്ക് ചെയ്യുക, എൽഡർലി പേഴ്സണ് 17 കൊടുക്കുക. അത്രേ ഉണ്ടായിരുന്നുള്ളൂ സബ് ഡിവൈഡർ ആണെങ്കിൽ. പക്ഷേ ഇവിടെ എന്താണ്, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ പെർസെൻറ്റേജ് കൺവേർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നോക്ക്, ഞാൻ ഇവിടെ എന്ന് എടുത്തിട്ടുണ്ട്, ഇവിടെ BC എന്ന് എടുത്തിട്ടുണ്ട്, പെർസെൻറ്റേജ് കൺവേർട്ട് ചെയ്യാം. പെർസെൻറ്റേജ് കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ നോക്ക്, ഈ എയിൽ മൊത്തം എത്ര ആൾക്കാരുണ്ട്, 200 ഉണ്ട്. അപ്പോൾ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നോക്ക്, നമ്മൾ എക്സാമിനൊക്കെ പറയും, ഇപ്പം നിങ്ങൾക്ക് 60 മാർക്കിൻ്റെ ഒരു എക്സാമിൽ 55 മാർക്ക് കിട്ടി. അപ്പോൾ നമ്മൾ എങ്ങനെ പെർസെൻറ്റേജ് പറയുക, ടോട്ടൽ താഴെ എഴുതും, നമുക്ക് കിട്ടിയ മാർക്ക് മുകളിൽ എഴുതും, ഇൻറ്റു 100 ചെയ്യും അല്ലേ. അങ്ങനെയല്ല നമ്മൾ പെർസെൻറ്റേജ് കൺവേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെയും അതേപോലെ ടോട്ടൽ 200 പേരുണ്ട്, അതിൽ 27.4 എന്താണ്, ഇൻഫൻറ്റ് ആൻഡ് യങ് ചിൽഡ്രൻ ആണ്. അപ്പോൾ നമ്മളത് എങ്ങനെ പെർസെൻറ്റേജ് കാണുക, 27.4 ഹരിക്കണം 200 ഇൻറ്റു 100. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 13.7 കേട്ടോ. ഈ ഭാഗം ഇപ്പം നോക്കണ്ട, അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, 13.7 കിട്ടി. ഇനി അടുത്തത് ബോയ്സ് ആൻഡ് ഗേൾസ് 50.2. മൊത്തം 200 പേരിൽ 50.2 എന്താണ്, ബോയ്സ് ആൻഡ് ഗേൾസ് ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ പെർസെൻറ്റേജ് കാണുക, 50.2 ഹരിക്കണം 200 അല്ലെങ്കിൽ 50.2 ഡിവൈഡഡ് ബൈ 200. എങ്ങനെ കിട്ടുക, 50.2 ഡിവൈഡഡ് ബൈ 200 ഇൻറ്റു 100. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 25.1. അടുത്തത് യങ് മെൻ ആൻഡ് വുമൺ. യങ് മെൻ ആൻഡ് വുമൺ എന്താണ്, 64.6 ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ പെർസെൻറ്റേജ് കാണുക, 64.6 ഡിവൈഡഡ് ബൈ 200 ഇൻറ്റു 100. എങ്ങനെയാണ് 200 കിട്ടിയത്, ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ 200 ആണ്. അങ്ങനെ ഓരോന്നിൻ്റെയും പെർസെൻറ്റേജ് കാണും. ഓക്കെ, പെർസെൻറ്റേജ് കാണുമ്പോൾ അതിന് ആഡ് ചെയ്ത് എന്തേ വരും, 100 വരുള്ളൂ. ഞാൻ കൺഫ്യൂഷൻ അല്ലല്ലോ, നമ്മളെപ്പോഴും പെർസെൻറ്റേജ് എന്തിലാണ് പറയുക, 100ലാണ് പറയുക. അപ്പോൾ പെർസെൻറ്റേജിന് എല്ലാത്തിനെയും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും, 100 കിട്ടും. ആ 100 ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, ഡൗട്ട് ഉണ്ടാവില്ല. ഓക്കെ, ഇനി അടുത്തത് ബീൻ്റെയും അതേപോലെ, ബീൻ്റെ ടോട്ടൽ എത്രയാ, 300 ആണല്ലേ. അപ്പം നമ്മൾ ആദ്യം ഇൻഫൻറ്റ് ആൻഡ് യങ് ചിൽഡ്രൻ എങ്ങനെയാണ് കാണേണ്ടത്, ഇവിടെ 38.7 ഹരിക്കണം 300 ഇൻറ്റു 100 ചെയ്യുമ്പോൾ 12.9 കിട്ടും. അതേപോലെ ബോയ്സ് ആൻഡ് ഗേൾസ് 69.6 ഹരിക്കണം 300 ഇൻറ്റു 100 ചെയ്യുമ്പോൾ 23.2 കിട്ടും. അങ്ങനെ മൊത്തം എഴുതി, ഇവിടെ സീൻ്റെതും എഴുതി. ഓക്കെ, ഡൗട്ടില്ലല്ലോ, ഇല്ല. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഓരോന്നും എഴുതി. അപ്പോൾ നമ്മൾ ഈ CUM എന്ന് എഴുതിയതല്ല നിങ്ങൾ നോക്കണ്ട കേട്ടോ. ഇനി നമ്മൾ ബാർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയോ, നോക്ക്, ആദ്യം നിങ്ങൾ ഇവിടെ എങ്ങനെ, ഓക്കെ പുറത്ത് കാണിച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. കണ്ടോ, നമ്മൾ ആദ്യം എക്കും ബിക്കും സിക്കും 100 ഉള്ളത് ഓരോന്ന് കൊടുത്തു. അപ്പോൾ 100 ഉള്ളത് കൊടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ 20 40 60 80 100 അങ്ങനെയൊക്കെ കൊടുക്കാം, അല്ലെങ്കിൽ 10 20 30 40 50 60 70 80 90 100 അങ്ങനെയും കൊടുക്കാം. ഓക്കെ, ഇനി നോക്ക്, നമ്മൾ ആകെ എങ്ങനെ എന്ത് ചെയ്യും, 3 ആൾക്ക് 100ൻ്റെ ഒരു ചാർട്ട് അങ്ങോട്ട് വരച്ച് വയ്ക്കാം. ഇനി ഫസ്റ്റ് എത്തത് യങ് ആൻഡ് ഇൻഫൻറ്റ് ആൻഡ് യങ് ചിൽഡ്രൻ. അപ്പോൾ എന്നുള്ള ഭാഗമാണ് നോക്കുന്നത്. അപ്പോൾ നോക്ക്, ഇവിടെ ശ്രദ്ധിക്കട്ടോ, എന്നുള്ള കൺട്രിയിൽ ഇൻഫൻറ്റ് ആൻഡ് യങ് ചിൽഡ്രൻ എത്ര ഉണ്ട്, 13.7 ആണല്ലേ, 13.7 ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ നിന്ന് 13.7 മാർക്ക് ചെയ്തു. നിങ്ങൾ ഇതിൽ നോക്കാം, സ്കെയിലിൽ നോക്ക്, 13.7 മാർക്ക് ചെയ്ത് അവിടെ അങ്ങനെ ഡാർക്ക് കളർ കൊടുത്തു. ഞാൻ എന്നിട്ട് അതേപോലത്തെ ഒരു ഷേപ്പ് ഇവിടെ വരച്ചിട്ട് എഴുതി, ഈ ഡാർക്ക് കളറിനൊക്കെ ഇൻഫൻറ്റ് ആൻഡ് യങ് ചിൽഡ്രൻ ആണെന്ന് എഴുതി. ഓക്കെ, 13.7 കൊടുത്തു. ഇനി അടുത്ത നമുക്ക് എന്താണ് കൊടുക്കേണ്ടത്, ബോയ്സ് ആൻഡ് ഗേൾസ് ആണ് കൊടുക്കേണ്ടത്. അപ്പം നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ 25.1 മാർക്ക് ചെയ്യുക ഇവിടുന്ന്. അതായത് നിങ്ങൾ ഇവിടെ സ്കെയിൽ വെച്ചിട്ട് 25.1 മാർക്ക് ചെയ്യുക. അതിലേറെ സുഖം എങ്ങനെയാണ് അറിയോ,
അതിലേറെ സുഖം നിങ്ങൾ ചെയ്യാം. നോക്ക്, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. 13.7 25.1 കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടുക? 38.8 കിട്ടും. ഓക്കെ, 38.8 കിട്ടും. അതായത് ഇവിടെ ശ്രദ്ധിക്കുക, നോക്ക്, ഇപ്പോൾ ഇവിടെ നോക്ക് കേട്ടോ. ഓക്കെ, ഇപ്പോൾ രണ്ടാളിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ സാലറി വേജ് എന്തോ രണ്ടെണ്ണം ഉണ്ട്. ഇത് 20 ഇത് 40 വിചാരിക്കാം. ഇത് 20, ഇത് 40. ഓക്കെ, ഞാനിപ്പോൾ ബാർ ചാർട്ടിൽ റെപ്രസെൻറ്റ് ചെയ്യാണ് കേട്ടോ. ഇതൊരു ബാർ ചാർട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. അത് ഞാൻ എന്ത് ചെയ്തു? സാലറി ആയിട്ടുള്ള 20 മാർക്ക് ചെയ്തു. ഇത് സാലറിയാണ് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് ഇപ്പോൾ ഇവിടെ നോക്കിട്ടോ, 10 20 40 അങ്ങനെ വരണം. ഓക്കെ, അങ്ങനെ പോട്ടെ. ഇനി നോക്ക്, വേജ് എത്രയാണ്? 40 വേജ് 40 പറഞ്ഞാൽ എന്താണ്? വേജ് 40 അപ്പോൾ സാലറി 20 മാർക്ക് ചെയ്തു. ഇനി എത്രയാണ്? വേജ് 40 അപ്പോൾ 40 എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ 40 20 പിന്നെ 20 + 40 എത്ര കിട്ടുക? 60. അപ്പോൾ നമ്മൾ പിന്നെ താണ്ട് ഈ 60 മാർക്ക് ചെയ്തു. ഓക്കെ, മറ്റു നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഇങ്ങനെ അളന്നിട്ട് പോകണ്ട. അതായത് നിങ്ങൾ നോക്കുക, 20 40 ആഡ് ചെയ്ത് എത്ര? 60. അപ്പോൾ അടുത്ത പോർഷൻ വരണത് നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഇവിടെ മാർക്ക് ചെയ്യുക. മനസ്സിലായില്ലേ? പോയിന്റ് ഒക്കെ വരുമ്പോൾ അതാണ് നല്ലത്. അപ്പോൾ എന്ത് ചെയ്തു? 13.7 25.1 ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 38.8. അപ്പോൾ നമ്മളിങ്ങനെ മാർക്ക് ചെയ്തിട്ട് 38.8 ഇവിടെ മാർക്ക് ചെയ്തു. അപ്പോൾ എന്നിട്ട് ആ ഒരു ഫിഗർ വരച്ചിട്ട് ഞാൻ എഴുതി ബോയ്സ് ആൻഡ് ഗേൾസ് ആണെന്ന് എഴുതി. ഇനി അടുത്തത് എന്താണ്? യങ് മെൻ ആൻഡ് വുമൺ ആണ്. അത് എത്രയാണ്? 32.3. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇത് 3 കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 71.1 കിട്ടും. അപ്പോൾ നമ്മൾ അതങ്ങോട്ട് മാർക്ക് ചെയ്താൽ മതി, 71.1. അപ്പോൾ നമ്മൾ ഇവിടുന്ന് 71.1 വരെ അങ്ങോട്ട് മാർക്ക് ചെയ്തു. 71.1 വരെ അങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് അതിന് ഞാൻ ആ ഒരു പോർഷന് ഞാൻ കൊടുത്തു. അപ്പോൾ എന്താണ്? യങ് മെൻ ആൻഡ് വുമൺ കൊടുത്തു. ഓക്കെ, കഴിഞ്ഞിട്ടില്ല. അടുത്തത് 71.1 കഴിഞ്ഞില്ല. ഇനി ആരാണ്? മിഡിൽ ഏജ്ഡ് മെൻ ആൻഡ് വുമൺ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് എല്ലാം കൂടെ ആഡ് ചെയ്യും. 20.4 വരെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 91.5 അപ്പോൾ 91.5 വരെ അങ്ങോട്ട് വരയ്ക്കുക. ബാക്കിയുള്ള ഭാഗം ഇങ്ങനെ സ്ലാൻഡ് ചെയ്ത് വരച്ചു. അതിന് ഞാൻ കൊടുത്തു മിഡിൽ ഏജ്ഡ് മെൻ ആൻഡ് വുമൺ കൊടുത്തു. ഓക്കെ, കഴിഞ്ഞിട്ടില്ല. ഒരാളും കൂടെ മാർക്ക് ചെയ്യാനുണ്ട്, എൽഡർലി പേഴ്സൺ. അത് 8.8 എൽഡർലി പേഴ്സൺ എന്ത് ചെയ്തു? ബാക്കി ഇനി പിന്നെ അയാൾ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? എൽഡർലി പേഴ്സൺ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അതിനിങ്ങനെ മാർക്ക് ചെയ്തു, നമ്മൾ അത് എഴുതി എൽഡർലി പേഴ്സൺ കൊടുത്തു. അപ്പോൾ കംപ്ലീറ്റ് ആയില്ലേ? അതേപോലെ ബിയും സിയും ഒക്കെ കൊടുക്കുക. പെർസെൻറ്റേജ് ബാർ ഡയഗ്രം ഒന്നും ഇത്രയും കാലമൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല കേട്ടോ. വരയ്ക്കാനൊന്നും ചോദിച്ചിട്ടില്ല, ജസ്റ്റ് എന്താണെന്ന് ജസ്റ്റ് ചോദിക്കുകയുള്ളൂ. ഓക്കെ, അതാണ് പെർസെൻറ്റേജ് ബാർ ഡയഗ്രാം. ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് പിന്നെ പൈ ഡയഗ്രാം ആണ്. പൈ ഡയഗ്രാം നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മളിങ്ങനെ വട്ടം വരച്ചിട്ടില്ലേ? പൈ ഡയഗ്രാം വരച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ പൈ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? പൈ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ നോക്ക്, നമ്മൾ അതിന് കുറച്ച് ഡാറ്റ തന്നു. ആ ഡാറ്റയെ നമ്മൾ എന്തിക്ക് മാറ്റണം? ഒരു റൗണ്ട് ഷേപ്പിലേക്ക് മാറ്റണം, അതായത് ഒരു സർക്കിളിലേക്ക് മാറ്റണം. അപ്പോൾ സർക്കിളിൻ്റെ ഒരു പി ഏരിയ എന്ന് പറഞ്ഞാൽ എത്ര? 360 ഡിഗ്രിയാണ് അല്ലേ? 360 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അതിക്ക് എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ നോക്ക്, ഓക്കെ, അപ്പോൾ നോക്ക്, ഇവിടെ നോക്ക് കേട്ടോ. നിങ്ങൾ ഈ പെർസെൻറ്റേജും കാര്യങ്ങളൊന്നും നോക്കണ്ട, ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. എന്താ പറയുന്നത്? നമുക്കിവിടെ ബ്ലഡ് ഗ്രൂപ്പ് ഓരോരുത്തരെയും, അതായത് ഡ്രോ എ പൈ ഡയഗ്രാം ടു റെപ്രസെൻറ്റ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ സർട്ടൻ ബ്ലഡ് ഗ്രൂപ്പ് ഓ എമംഗ് ജിപ്സീസ്, ഇന്ത്യൻസ് ആൻഡ് ഹംഗേറിയൻസ്. ഈ 3 ആൾക്കാരെയും പിന്നെ ബ്ലഡ് ഗ്രൂപ്പ് ഓൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് എന്ത് ചെയ്യണം? പൈ ഡയഗ്രാമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ വരച്ചുതരാം അത്. ഓക്കെ, അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഡാറ്റ ഞാനിവിടെ. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യന്. ഓരോന്നിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ പൈ ഡയഗ്രം എന്ന് പറയുമ്പോൾ ഒരു സർക്കിളിക്കാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോന്ന് ചെയ്യണം. ഇവിടെ അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ആംഗിൾ നോക്കിയിട്ടല്ലേ നമ്മൾ മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ജിപ്സീസിൻ്റെ ആംഗിൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയോ? ഐറ്റം ഫ്രീക്വൻസി പിന്നെ എത്ര ജിപ്സീസ് ഉണ്ട്? 343 ഡിവൈഡഡ് ബൈ എല്ലാവരും കൂടെ ടോട്ടൽ എത്ര ഉണ്ട്? 1000, അത് ഇൻറ്റു 360. ഓക്കെ, അതേപോലെ ഇന്ത്യൻസിൻ്റെ കാണാൻ വേണ്ടിയിട്ട്, ഇന്ത്യൻസിൻ്റെ ആംഗിൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ത്യൻസ് എത്ര ഉണ്ട്? 313 ഡിവൈഡ് ബൈ ടോട്ടൽ എത്ര ആളുണ്ട്? 1000 ഇൻറ്റു 360. അപ്പോൾ ആൻസർ കിട്ടും. അതേപോലെ ഹംഗേറിയൻസ് എത്ര ഉണ്ട്? 344 ഡിവൈഡഡ് ബൈ 1000 ടോട്ടൽ ഇൻറ്റു 360. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെ ചെയ്യുമ്പോൾ ഫസ്റ്റത്തേന് ആൻസർ നമുക്ക് കിട്ടാം 123.48. ഇവിടെ 112.68. ഇവിടെ നമുക്ക് കിട്ടുക 123.84. ഓക്കെ, കിട്ടിയില്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുക അറിയോ? നമ്മൾ സർക്കിൾ വരയ്ക്കുക. നമ്മൾ സാധാ പോലെ ഇത് വെച്ചിട്ട് വരയ്ക്കണം കേട്ടോ, റഫായിട്ട് വരയ്ക്കുക. സർക്കിൾ വരയ്ക്കുക, എന്നിട്ട് ഒരു ലൈൻ, ഏതെങ്കിലും ഒരു ലൈൻ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമ്മൾ പ്രൊട്രാക്ടർ വെച്ചിട്ട്
ഓക്കെ, അറിയില്ലേ ഇങ്ങനത്തെ ഷേപ്പുള്ള സാധനം? ആ പ്രൊട്രാക്ടർ വയ്ക്കുക, ഇവിടെ വെക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഫസ്റ്റത്തെ ആംഗിൾ 123.68 മാർക്ക് ചെയ്യുക. അപ്പോൾ 123.68 മാർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും വിചാരിക്കാം. എന്നിട്ട് നമ്മളിവിടെ ഏതെങ്കിലും ഒരു ഷേപ്പ് നമ്മൾ വരയ്ക്കുക. ഓക്കെ, അതെന്താ വരണത്? ജിപ്സീസ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇത് എഴുതുക, ജിപ്സീസ് ആണ് വരുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ ഇവിടെ വെച്ചിട്ട് അടുത്ത് വരയ്ക്കുക 123.112.68 അത് വരയ്ക്കുക. അത് വരച്ചിട്ട് അങ്ങനെ വരയ്ക്കുക. അതേതാണ്? ഇന്ത്യൻസ് ആണ്. ഇന്ത്യൻസ് വരയ്ക്കുക. ബാക്കിയുള്ളത് എന്താവും? സ്വാഭാവികമായിട്ട് എന്താവും? ഹംഗേറിയൻസ്. ഇത് പിന്നെ നമ്മൾ സെപ്പറേറ്റ് മെഷർ എടുക്കേണ്ടി വരില്ല കേട്ടോ. ഇതെന്താണ്? ഹംഗേറിയൻസ്. മനസ്സിലായില്ലേ? അപ്പോൾ എങ്ങനെ നമ്മൾ പൈ ഡയഗ്രം കൺവേർട്ട് ചെയ്യാം? അതിന് കിട്ടിയത് അതിൽ എത്ര ആൾക്കാരുണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻറ്റു 360. എപ്പോഴും എന്തുകൊണ്ടാണ് ഗുണിക്കേണ്ടത്? 360 കൊണ്ട്. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ വരണത്. ഇനി അടുത്ത് നമുക്ക് പറയാനുണ്ട് പിക്ടോഗ്രാം. ഈ പിക്ടോഗ്രാം പറഞ്ഞാലേ പിക്ചറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. 1985 ആ റോഡിലുള്ള ബസ് 7000 ആണ്. അതേപോലെ 1986 അവിടെയുള്ള ബസ്സുകൾ 8000 ആണ്. 1987 ബസ്സുകൾ 9000 ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക അറിയോ? അതായത് നമ്മളിവിടെ വരച്ചു 1985 എന്ന് വരച്ചു. ഓക്കെ, 1985 എന്ന് വരച്ചിട്ട് അവിടെ ഞാൻ എഴുതിയൊരു ബസ്സിൻ്റെ ഫിഗർ എന്തെങ്കിലും ആയിക്കോട്ടെ. ഇതൊരു ബസ്സാന്ന് വിചാരിക്കട്ടോ. ഒരു ബസ്സാണ്. എന്നിട്ട് ഇവിടെ എത്തിച്ച് ഞാൻ എന്ത് ചെയ്തു? 1000 എന്ന് എഴുതി വെച്ചു. ഓക്കെ, ജസ്റ്റ് സൈഡിൽ എഴുതി വെച്ചു. 1985 എത്ര ബസ് ഉണ്ട്? 7000 ബസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ 7 ബസ്സിൻ്റെ ഫിഗർ വരച്ചേക്കുക. 1 2 3 4 5 6 7 ബസ്സിൻ്റെ ഫിഗർ വരച്ചു വെച്ചു. മനസ്സിലായോ? ഇനി അടുത്തത് 1986 എന്ന് വരച്ചിട്ട് ഞാൻ എത്ര ബസ്സിന് വരച്ച് വയ്ക്കണം? 8 ബസ്സിൻ്റെ ഫിഗർ വരച്ച് വയ്ക്കുക. 1987 വരച്ചിട്ട് എത്ര എഴുതണം? 9 ബസ്സിൻ്റെ ഫിഗർ വരച്ച് വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണ്? 1985 നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ 7 ബസ്സിൻ്റെ ഫിഗർ കാണാനുണ്ട്. ഞാനിവിടെ എഴുതി ഒരു ബസ് = 1000 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയുകയാണ് 7 ബസ് ഉണ്ട്. ഒരു ബസ് എന്ന് പറഞ്ഞാൽ 1000 ബസ്സിന് തുല്യമാണ്. അപ്പോൾ 7 × 1000 7000 ബസ് ഉണ്ട്. അടുത്ത 1986 നോക്കുകയാണ് നിങ്ങൾ. ഞാൻ 8 ബസ് വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ബസ് എന്ന് പറഞ്ഞാൽ 1000 ആണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ 8 × 1000 8000 ബസ് ഉണ്ട്. മനസ്സിലായോ? പിക്ചറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. അതാണ് പിക്ടോഗ്രാം. ഏറ്റവും സിമ്പിളസ്റ്റ് വേ ആണ്. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ് പിക്ടോഗ്രാം. ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ ഒറ്റ ബസ് ആകുമ്പോൾ അതിനകത്ത് എത്ര 1000. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? പിക്ചറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് കേട്ടോ.